ഹലോ കുട്ടികളെ, വെൽക്കംസ് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. നമ്മൾ ഈ വീഡിയോയിൽ +1 ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള സെറ്റ്സ് എന്ന ചാപ്റ്ററിലെയും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലെയും ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള 2 ഷുവർ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഒന്ന് എ ഇന്റർസെക്ഷൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു എന്നതാണ് ചോദ്യം. ദാറ്റ്സ് ഈക്വൽ ടു ഡാഷ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. എ എന്ന് പറയുന്ന സെറ്റിന്റെയും അതിന്റെ കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ. എ ഡാഷ് എന്ന് പറഞ്ഞാൽ നോട്ട് എ എന്നാണ് അർത്ഥം. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റും അതിന്റെ എ ഡാഷ് കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ആണ് മക്കളെ. പഠിച്ചിരിക്കണം. 5 ആയിരിക്കും എ ഇന്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി എൻ എംപ്റ്റി സെറ്റ്. ആ എംപ്റ്റി സെറ്റിനെ നമുക്ക് 5 കൊണ്ട് നൊട്ടേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ചോദ്യം വെരി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഡിമോർഗൻസ് ലോ എന്നാണ് പേര്. ഡിമോർഗൻസ് ലോ ആയിട്ടുള്ള ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ ഒന്നാമത്തെ ആള് കുട്ടികളെ നിങ്ങൾക്കറിയാം എ ഡാഷ് ആണ്. രണ്ടാമത്തെ ആള് ബി ഡാഷ് ആണ്. എന്താണ് എ ഡാഷ്? എനെ യൂന്നെടുത്ത് കളയുക, അതാണ് എ ഡാഷ്. അപ്പൊ നിങ്ങൾ ഈ എനെ യൂന്നെടുത്ത് കളഞ്ഞ് ഈ 2, 3, 4 ഇവിടുന്ന് എടുത്ത് കളയുമ്പോ ബാക്കി 1, 5, 6 ഉണ്ടാകൂലേ? അതേപോലെ നിങ്ങൾക്ക് പറയാം വാട്ട് ഇസ് ബി ഡാഷ്? ബിനെ യൂന്ന് എടുത്ത് കളയുന്നു. 2, 3, 4, 6 യൂന്ന് എടുത്ത് കളയുമ്പോ 1, 5 മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഇത് പ്രകാരം നമ്മൾ എ ഡാഷിനെയും ബി ഡാഷിനെയും യൂണിയൻ എടുക്കണം. എങ്ങനെയാ 2 സെറ്റിനെ യൂണിയൻ എടുക്കുക? മുഴുവൻ എലമെന്റ്സിനെയും ക്ലബ് ചെയ്യണം. വേണ്ടേ? മുഴുവൻ എലമെന്റ്സിനെയും ക്ലബ് ചെയ്യുമ്പോ 1,5 എന്ന് കിട്ടുന്നുണ്ട്. സോ എ ഡാഷ് കണ്ടു, ബി ഡാഷ് കണ്ടു, യൂണിയൻ എടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എന്റെ RHS ഉത്തരം കിട്ടി. നമ്മൾ ഇനി LHS പോവുകയാണ്. LHS എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോ 2 സെറ്റുകൾ എയുടെയും ബിയുടെയും കോമൺ പാർട്ട് എടുക്കലാണ്. 2ന്റെയും കോമൺ പാർട്ട്, ഇത് 2ന്റെയും കോമൺ പാർട്ട് എന്ന് പറയുമ്പോ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇന്റർസെക്ഷൻ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഈ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതിന്റെ കോംപ്ലിമെന്റ് എടുക്കണമെങ്കിൽ ഈ 2, 3, 4 ഇവിടുന്ന് റിമൂവ് ചെയ്യണം. ഈ 2, 3, 4 ഇവിടുന്ന് റിമൂവ് ചെയ്താൽ ബാക്കി എന്താ വരിക? 1,5,6 വരുന്നുണ്ട്. അപ്പൊ ഈ ഇന്റർസെക്ഷൻ ബി ഡാഷ് നമുക്ക് കിട്ടിയല്ലോ. നിങ്ങൾ നോക്കൂ, ഈ എ ഡാഷ് യൂണിയൻ ബി ഡാഷും ഈ കാണുന്ന എ ഇന്റർസെക്ഷൻ ബി ഡാഷും സെയിം അല്ലേ? അപ്പൊ എനിക്ക് പറയാം എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് യൂണിയൻ ബി ഡാഷിന് ഈക്വൽ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ: എങ്ങനെ ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കാം, എങ്ങനെ യൂണിയൻ എടുക്കാം, എങ്ങനെ ഇന്റർസെക്ഷൻ എടുക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? നമുക്ക് റിലേഷൻസ് ഫംഗ്ഷൻസിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് രണ്ടാമത്തെ ചോദ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ലേ? സെറ്റ് A = 1, 2 2 എലമെന്റ്സ് ഉള്ള സെറ്റ് ആണ്. സെറ്റ് B = 3, 4 2 എലമെന്റ്സ് ഉള്ള സെറ്റ് ആണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണമാണ്. മറക്കാതിരിക്കണം. ഒരു സെറ്റ് എന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല 2⁻PQ ആണ്. P എന്ന് പറയുന്നത് ഒന്നാമത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണമാണ്. Q എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണമാണ്. അപ്പൊ Pയുടെ വാല്യൂ ഇവിടെ 2 ആൾക്കാർ, ഇവിടെ Qയുടെ വാല്യൂ ഇവിടെ 2 ആൾക്കാർ. അപ്പൊ നമുക്ക് പറയാം 2⁻2 × 2 ആണ്. 2⁻4 ആണ്. അപ്പൊ എത്ര റിലേഷൻസ് പോസിബിൾ ആണ്? 16 റിലേഷൻസ് പോസിബിൾ ആണ്. നിങ്ങൾ നോക്കൂ, 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ബോർഡ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിക്കുകയും അതിനൊരു ചോദ്യം വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2 ചോദ്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങളും കോൺസെപ്റ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു, ബൈ, താങ്ക് യു.